പാലക്കാട് ജില്ലാ സ്വതന്ത്ര കർഷക സംഘം ജില്ലാ സെക്രട്ടറിയാണല്ലേ പാലക്കാട് ജില്ലയുടെ റഷീദ് മുറിയങ്ങാണ്ടി അല്ലേ. ഇന്ന് നമ്മൾ കർഷകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കർഷകർ നിലവിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടും കൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ കാലങ്ങളായിട്ട് കാലാവസ്ഥ വ്യതിയാനവും അതുപോലത്തെ മറ്റുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും മാത്രമായിരുന്നു കർഷകരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഇന്ന് അത് മാത്രമല്ല, ഇന്ന് വന്യമൃഗങ്ങളെ പ്രശ്നങ്ങൾ ഒരുപാട് നേരിട്ടും കൊണ്ടിരിക്കുകയാണ്. അതിന് തച്ചനാട്ടുകര പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിന് ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ഇന്ന് കർഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അണ്ണാന്തോടി CH ഹാളിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇന്ന് ചിങ്ങം 1 കർഷക ദിനവുമായി ബന്ധപ്പെട്ട് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തും ചെത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്കും സംയുക്തമായി നടത്തുന്ന കർഷക ദിനമാണ് ഇന്ന് CH ഹാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തച്ചനാട്ടുകര പഞ്ചായത്തിലെ 16 വാർഡുകളിലെയും മികച്ച കർഷകരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ ആദരിക്കുകയും അതുപോലെ തന്നെ മികച്ച കർഷകരായി തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ചെത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് കാർഷിക ഉപകരണങ്ങളും വിതരണം ചെയ്യുന്ന ഒരു ധന്യമുഹൂർത്തത്തിലാണ് നമ്മളേവരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. മൃഗങ്ങളെ പ്രശ്നങ്ങളും വന്യമൃഗ പ്രശ്നങ്ങളും ഇന്ന് കർഷകർ നേരിട്ടും കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തും കൊണ്ടാണ് കർഷകർ വിള ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് തക്കതായ രീതിയിലുള്ള പ്രതിഫലവും കാര്യങ്ങളൊന്നും ഇന്ന് നിലവിൽ അവർക്ക് അർഹിച്ച രീതിയിൽ കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മാർക്കറ്റ് ഇതിന്നോ ലഭിക്കുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. എന്നിരുന്നാലും ഈ സംവിധാനം നിലച്ചു പോകാതിരിക്കാൻ വേണ്ടി ഇന്നും പലരും കഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. തച്ചനാട്ടുകര പഞ്ചായത്തിനെ അപേക്ഷിച്ചിടത്തോളം ഈ വന്യമൃഗങ്ങൾക്കെതിരായിട്ട് സോളാർ ഫെൻസിങ് പോലുള്ള സംവിധാനങ്ങൾക്ക് ഫണ്ട് നൽകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള കർഷകർക്ക് വലിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് ഉള്ള ബുദ്ധിമുട്ടുകളില്ല. എന്നാൽ മറ്റുള്ള ഭാഗങ്ങളിലെ എല്ലാ കർഷകർക്കും ഈ പ്രതിസന്ധി നേരിട്ടും കൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ നമ്മുടെ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ തച്ചനാട്ടുകര പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ കർഷകരെ സമീപിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇന്ന് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. വളങ്ങൾക്കുള്ള സബ്സിഡി, അതുപോലെ തന്നെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ കൃഷിഭവൻ നല്ല ഉദ്യോഗസ്ഥർ കർഷകരുമായി ഇടചേർന്ന് നിൽക്കുന്ന ഒരു പറ്റം നല്ല കൃഷി ഓഫീസറും അസിസ്റ്റൻറ്റുമാരും നല്ല കൃഷി ഓഫീസേഴ്സാണ് ഇന്ന് തച്ചനാട്ടുകര പഞ്ചായത്തിൻ്റെ കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് തന്നെ തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളെയും കർഷകരെ നേരിട്ട് പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ അവർക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടും തന്നെ എല്ലാ കർഷകർക്കും സമയബന്ധിതമായിട്ട് എല്ലാ ആനുകൂല്യങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും ശരി, മറ്റ് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണെങ്കിലും ശരി, ബന്ധം സ്ഥാപിച്ചെടുത്തുകൊണ്ട് കർഷകരുമായി സംവദിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിലൊക്കെ വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ലാത്തൊരു വർഗം എന്ന് പറയുന്നത് കർഷകരാണ്. കാരണം നെല്ല് കൊണ്ടുപോയി 6, 7, 8 മാസങ്ങളായിട്ട് പോലും ഇന്നും അവർക്ക് അതിൻ്റെ വില നൽകാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സത്യമാണ്. അതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ട് കർഷകരുടെ മുന്നിൽ. ഇപ്പോൾ മഴ അധികമായിട്ട് ലഭിക്കുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാം, ഓരോ കൃഷിക്കും അതിൻ്റേതായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. ഇന്ന സമയത്ത് ഇന്ന രീതിയിൽ കൃഷി ഇറക്കണം എന്നുള്ളതുണ്ട്. എന്നാൽ മഴ ജാസ്തി ലഭിച്ചത് കാരണം തന്നെ പലർക്കും പല കൃഷിയും വിത്തിറക്കാനോ അതല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങൾ ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ നിങ്ങളൊരു കർഷകനാണല്ലോ, അപ്പോൾ നിങ്ങൾ എന്തൊക്കെ വിളയാണ് ഇപ്പോൾ ഇറക്കാറുള്ളത്? എന്തൊക്കെ കൃഷിയാണ് ചെയ്യാറുള്ളത്? പാലക്കാട് കുട്ടനാട് കഴിഞ്ഞാൽ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ് പാലക്കാട്. എന്നാൽ ഇന്ന് നിലവിൽ പാലക്കാട് കുറച്ച് ഭാഗങ്ങളിലൊഴികെ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും നെല്ല് അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. നെല്ല് കൃഷി എന്ന് പറയുന്നത് ഒരാളും അത് ചെയ്യാൻ തയ്യാറാവുന്നില്ല. കാരണം ഇത് തന്നെയാണ്,
നിലവിൽ വില സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വില കിട്ടുന്നില്ല. പിന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ചാഴി അതുപോലത്തെ പല പ്രശ്നങ്ങളും കാരണം നെൽകർഷകർ വളരെ ദുരിതത്തിലാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ ഓരോ പാടത്തും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപാട് കവുങ്ങ് വെച്ച് പിടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നിലവിൽ നമ്മുടെ കണ്ണെത്താ ദൂരത്തോളം നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇന്ന് കവുങ്ങ് നട്ട് അതിൻ്റെ വിളവിന് കാത്തിരിക്കുന്ന കർഷകരാണ് ഭൂരിപക്ഷം പേരും. ഞാൻ ഇപ്പോൾ നെൽകൃഷി ചെയ്യാറുണ്ട്. എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് ആവശ്യമായിട്ടുള്ള നെൽകൃഷി ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നിലവിലുള്ളത് ചേന, അതിൻ്റെ വിളവെടുപ്പ് സമയമാണ്. ഇപ്പോഴും എൻ്റെ ചേന പറിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ളത് മഞ്ഞൾ, അതേപോലെ ഇഞ്ചി, കൂർക്ക, വഴുതനങ്ങ, വെണ്ട, പച്ചമുളക്, അതേപോലെ ചീര, കൈപ്പക്ക എന്ന് പറയും, പാവയ്ക്ക എന്ന് പറയുന്നത്. അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സാധനങ്ങളും ഞാൻ തന്നെ കൃഷി ചെയ്തുകൊണ്ട് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പച്ചമുളക് ഒക്കെ പഴുപ്പിച്ച് അതെന്നെ ഉണക്കിയിട്ട് ആണ് ഇപ്പോൾ വീട്ടിൽ മുളക് പൊടിയായിട്ട് ഉപയോഗിക്കുന്നത്. മഞ്ഞൾ ആണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ്. മൊത്തത്തിൽ ഒരു ജൈവ കർഷകനാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പാടങ്ങളിൽ വയലുകളിലൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് പിന്നെ നെല്ലായിരുന്നു പഴയ കാലത്ത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമില്ല. നെല്ലും വാഴയൊക്കെ ഒഴിവാക്കി ആളുകൾ മുഴുവനും റബ്ബറിലേക്കും കഴുങ്ങിലേക്കും പോവുക. എന്താ അതിങ്ങനെ ഒരു അതിൻ്റെ കാരണം? നിലവിൽ നെൽകർഷകർക്ക് അവർക്ക് നൽകേണ്ട വില സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഇതുവരേക്ക് ലഭിച്ചിട്ടില്ല. അതൊരു പ്രശ്നം തന്നെയാണ്. കാരണം സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടേണ്ട അർഹതപ്പെട്ട കാര്യങ്ങളും ഉഴവുകൂലി, അതേപോലെ വിത്ത്, അത്തരം വിഷയങ്ങളിലൊക്കെ സർക്കാരിന് ഒരു പിന്നോക്ക നയം ഉണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വന്യമൃഗങ്ങളെ എൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം കാരണമാണ് ജനങ്ങൾ ഇപ്പോൾ മെയിനായിട്ട് നെല്ല് കൃഷിയും അതേപോലെ തന്നെ വാഴക്കൃഷിയിൽ നിന്നെല്ലാം മാറി നിന്ന് ഇത്തരം വിഷയങ്ങളൊന്നുമില്ലാത്ത കവുങ്ങിലേക്കും അതേപോലെ തന്നെ റബ്ബറിലേക്കും ഒക്കെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ്. പച്ചക്കറി ഉപജീവനമായിട്ട് കൊണ്ടു നടന്ന ആളുകൾ പലരുമുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് അറിയാൻ കഴിയും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്ത് മയിലിനെയൊക്കെ കാണാൻ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കാട്ടിൽ വെച്ചിട്ടൊക്കെ നമ്മൾ കാണണം, അല്ലെങ്കിൽ മൃഗശാലയിൽ പോയിട്ടാണ് കാണാറുണ്ട്. ഇന്ന് മയിൽ സുലഭമായിട്ടുണ്ട്. ഒരു പച്ചക്കറിയും വിത്തിറക്കാനോ അല്ലെങ്കിൽ മുളച്ചു വരുന്ന വിത്ത് കൊത്തി തിന്നാനോ ആയിട്ട് ലക്ഷക്കണക്കിന് മയിലുകളാണ് ഉള്ളത്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. കർഷകർ നേരിട്ടും കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നിലവിലുള്ള മാർക്കറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചേനയ്ക്ക് 60 രൂപ കൊടുത്ത് വിത്ത് വാങ്ങിയിട്ട് കുഴിച്ച് ഇപ്പോൾ വിളവെടുക്കുന്ന സമയത്ത് 28 രൂപയാണ്. 28ഉം 26 രൂപയൊക്കെയാണ് കിട്ടുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നും അല്ലെങ്കിൽ തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നും ചേന കൊണ്ടുവന്ന് ലോഡാക്കി ഇവിടെ കൊണ്ടുവന്ന് ഫ്രഷായിട്ട് നമ്മുടെ വയലിൽ നിന്ന് പറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുന്ന ഇവിടെ ഉള്ള കോർപ്പറേറ്റുകളുടെ കാരണമാണ് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത്. കാരണം അവർ അവിടുന്ന് തുച്ഛമായ വിലയ്ക്ക് വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് വില നൽകി കൃഷി ചെയ്യുന്ന കർഷകർ ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്.